എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഹുസൈൻ കോയ തങ്ങൾ മലപ്പുറത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ നഴ്സുമാരുടെ സമരം അന്യായവും രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന സമരം തുടർന്നാൽ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നഴ്സുമാരെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ചികിത്സാ തടസ്സം മൂലം ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സമരം ചെയ്യുന്നവർക്കായിരിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. മുൻകൂർ നോട്ടീസ് നൽകാതെ നടത്തിയ ഈ അനിശ്ചിതകാല സമരം അനധികൃതമാണെന്നും അസോസിയേഷൻ ആരോപിച്ചു. മിനിമം ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് സർക്കാരാണ്. ശമ്പളം 40,000 രൂപയായി ഉയർത്തിയാൽ ചികിത്സാ ചെലവ് കുത്തനെ ഉയരും, അല്ലെങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും അവർ വ്യക്തമാക്കി. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് എസ്മ പ്രയോഗിച്ച് സമരം അവസാനിപ്പിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. 4-ാം തീയതി മാത്രമുള്ള ഒരു വൺ ഡേ സ്ട്രൈക്ക് ഒരു സൂചനാ പണിമുടക്കായിട്ടാണ് അറിയാനും ഞങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും. എന്നാൽ ആ സമരത്തിന് ശേഷം യാതൊരു നോട്ടീസും ഒരു വിവരവും ഇല്ലാതെ പല സ്റ്റാഫും ആ സമരത്തിൽ തുടരുകയും പിന്നീട് ചില ആശുപത്രികളിലൊക്കെ തിങ്കളാഴ്ച സമരം അനിശ്ചിതകാല സമരം തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ആയിക്കൊണ്ട് 2-3 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടുകൊണ്ടുള്ള നോട്ടീസാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് മേഖലയെ പോലെയല്ല ഹെൽത്ത് കെയർ മേഖല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മാനേജ് ചെയ്യുന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അവരുടെ നോട്ടീസിൽ ആവശ്യപ്പെട്ടത് മിനിമം വേജസിന്റെ റിവിഷനാണ് അവരുടെ നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. നേഴ്സിംഗ് സംഘടന ആ സമരങ്ങളിൽ നിന്നും പുറകോട്ട് പോകണമെന്നും പാവപ്പെട്ട ആളുകളുടെ രോഗികളുടെ ജീവൻ വെച്ച് വിലപേശിക്കൊണ്ട് ഒരു വേതന വർധനവിന് വേണ്ടി ഈ സംഘടന ശ്രമിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് കൂടുതൽ ദിവസം ആബ്സെന്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് അൺഓതറൈസ്ഡ് ആബ്സെന്റ് ആണ് ഒരു ഇല്ലീഗൽ സ്ട്രൈക്കിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇല്ലീഗൽ സ്ട്രൈക്ക് ആണെങ്കിൽ മാത്രമാണ് അത് അവകാശമായി മാറുന്നത്. അല്ലെങ്കിൽ അവരെ എതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പുതിയ ആളുകളെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അവിടെ വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട സേവനം നൽകാനുള്ള സംവിധാനങ്ങൾ അതാത് സ്ഥാപനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് റിക്വയർമെന്റിനനുസരിച്ചുകൊണ്ട് ചെയ്യുക എന്നതാണ് ഞങ്ങൾ എല്ലാ മെമ്പർമാരോട് പറഞ്ഞിട്ടുള്ളത്. ആരും പ്രകോപനമായ രീതിയിലൊന്നും ഇതിനെ പ്രതികരിക്കേണ്ടായിരുന്നു. അത് വളരെ സമവായത്തോടു കൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ മേഖല എത്തുവാറായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് എസൻഷ്യൽ സർവീസ് പ്രയോഗിച്ചുകൊണ്ട് സർക്കാർ ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങളുടെ കൂടെ മാനേജ്മെന്റിന്റെ കൂടെ ഞങ്ങളെ സഹായിക്കണം എന്നാണ് സർക്കാരിനോട് വേണ്ടത്. പിന്നെ മുഖ്യമന്ത്രിക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അതിൽ ഇടപെട്ടുകൊണ്ട് ഈ സമരം ഇടപെട്ടുകൊണ്ട് ഈ മേഖലയിലെ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം സർക്കാർ കാണണം. കാരണം മെഡിസപ്പും കാസ്റ്റും ഒക്കെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൊക്കെ ഞങ്ങൾ ചികിത്സ കൊടുക്കുന്നുണ്ട്. വളരെ തുച്ഛമായ റേറ്റിന് BPL ഫാമിലിയിലെ പാവപ്പെട്ട ആളുകൾക്കുള്ള ചികിത്സ എന്നുള്ളത് സാമൂഹ്യ പ്രതിബദ്ധതയോട് കൊടുക്കുന്ന ഒരു സേവനമായിട്ടാണ് ഞങ്ങൾ അത് കാണുന്നത്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ എസ്മ പ്രയോഗിച്ച് ഈ സമരത്തിനെതിരെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ സഹായിക്കണം എന്നുള്ളത് പറയാനുണ്ട്. Thank you.